എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ മരണം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഒന്നാമതായി യോഹന്നാൻ. ഡൊമീഷ്യൻ്റെ അതായത് AD 80 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവും ദൈവവും എന്ന് സംബോധന ചെയ്തുകൊണ്ട് ചക്രവർത്തിയെ ആരാധിക്കാത്ത കാരണത്താൽ അവൻ ക്രിസ്തു വിശ്വാസികളെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനത്തോടെ വിശ്വാസികൾക്കെതിരെ ക്രൂരമായ പീഡകൾ അഴിച്ചുവിട്ടിരുന്നു. AD 95 അപ്പോസ്തലനെ തിളച്ച എണ്ണയിൽ ഇട്ടുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിന്നീട് പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. മുൻപ് നാടുകടത്തിയ കുറ്റവാളികളുടെ എല്ലുകളും തലയോട്ടികളും കൊണ്ട് നിറഞ്ഞ ദ്വീപിൽ വച്ച് അപ്പോസ്തലൻ പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം രചിച്ചു. പിന്നീട് സ്വതന്ത്രനാക്കപ്പെട്ട യോഹന്നാൻ എഫെസോസിലേക്ക് മടങ്ങി അവിടെ സഭകളുടെ നേതൃത്വം ഏറ്റെടുത്തു. അപ്പോസ്തലന്മാരിൽ സമാധാനത്തോടെ മരിച്ച ഏക വ്യക്തിയും യോഹന്നാനാണെന്ന് ചരിത്രം പറയുന്നു. അടുത്തത് മത്തായി. എത്യോപ്യയിൽ വച്ച് വാൾ കൊണ്ട് വെട്ടി രക്തസാക്ഷിയായി മരിച്ചു. അടുത്തതായി മർക്കോസ്. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ കുതിരകളിൽ കെട്ടി തെരുവീഥികളിൽ കൂടി മരണം വരെ വലിച്ചിഴപ്പിച്ചു. അങ്ങനെയാണ് മർക്കോസ് മരണമടഞ്ഞത്. അടുത്തതായി ലൂക്കോസ്. ഗ്രീസിൽ വച്ച് ക്രിസ്തുവിനെ പ്രസംഗിച്ചതിൻ്റെ ശിക്ഷയായി ലൂക്കോസിനെ തൂക്കിക്കൊല്ലുവാൻ ഇടയായി. അടുത്തതായി പത്രോസ്. തലക്കീഴായി ക്രൂശിക്കപ്പെട്ടു. തന്നെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയവരോട് ക്രിസ്തു മരിച്ചതിന് തുല്യമായി മരിക്കുവാൻ താൻ യോഗ്യനല്ലെന്നും അതിനാൽ തലക്കീഴായി ക്രൂശിക്കണമെന്നും അഭ്യർത്ഥിച്ചതിനാൽ അങ്ങനെ ചെയ്തതായി സഭാചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അടുത്തതായി യാക്കോബ്, അതായത് സെബദിയുടെ മകൻ. അപ്പോസ്തല പ്രവർത്തികൾ 12-ാം അധ്യായം 2-ാം വചനത്തിൽ യാക്കോബ് വാൾ കൊണ്ട് കൊല്ലപ്പെട്ടതായി കാണുന്നു. പുതുതായി ഭരണത്തിലേറിയ ഹെരോദ അഗ്രിപ്പാവ് റോമാക്കാരെ പ്രസാദിപ്പിക്കുവാൻ പുതുതായി രൂപമെടുത്ത വിശ്വാസവൃന്ദത്തിൻ്റെ നേതാക്കളെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചു. യാക്കോബിനെ പിടിച്ചു കൊല്ലുവാനുള്ള സ്ഥലത്തെത്തിയപ്പോൾ യാക്കോബിനെതിരെ ആക്ഷേപം ഉന്നയിച്ച മനുഷ്യൻ ദൈവഭക്തൻ്റെ പെരുമാറ്റം കണ്ട് ആകൃഷ്ടനായി അവിടെ വച്ച് തന്നെ യേശുവിനെ സ്വീകരിച്ചു. യാക്കോബിനൊപ്പം തന്നെ വധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മരണത്തെ വരിച്ചതായി പറയപ്പെടുന്നു. അടുത്തതായി അന്ത്രയാസ്. 15-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരൻ ഡോർമൻ ന്യൂമാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. AD 69 അന്ത്രയാസ് പടിഞ്ഞാറൻ ഗ്രീസിലുള്ള പെട്രാസിലേക്ക് പോയി. അവിടത്തെ റോമൻ പ്രോകോൺസലായ ഈജറ്റസുമായി വിശ്വാസ സംവാദത്തിൽ ഏർപ്പെട്ടു. അവസാനം ക്രിസ്തു വിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ പീഡിപ്പിച്ചു കൊല്ലുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ത്രയാസ് വിശ്വാസം ഉപേക്ഷിക്കുവാൻ തയ്യാറല്ലായിരുന്നു. തുടർന്ന് ഈജറ്റസ് അന്ത്രയാസിനെ പൂർണ്ണ പീഡനത്തിനും ക്രൂശുമരണത്തിനും വിധിച്ചു. ശാരീരിക പീഡനത്തിന് ശേഷം കൂടുതൽ സമയം കഷ്ടത അനുഭവിക്കുവാനായി ആണികൾ അടിക്കാതെ ക്രൂശിൽ കെട്ടിയിടുകയാണ് ഉണ്ടായത്. 2 ദിവസം കുരിശിൽ കിടന്ന അന്ത്രയാസ് വഴിപോക്കരോട് പോലും ആ കഷ്ടതയിലും സുവിശേഷം പ്രസംഗിച്ചു. അടുത്തതായി ഫിലിപ്പോസ്. യേശുവിൻ്റെ ആദ്യത്തെ ശിഷ്യനായ ഫിലിപ്പോസ് പിന്നീട് ഏഷ്യയിൽ മിഷണറിയായി മാറി. ഈജിപ്ഷ്യൻ പട്ടണമായ ഹേറാപോലിസിൽ വച്ച് പിടിക്കപ്പെട്ട ഫിലിപ്പോസിനെ പീഡിപ്പിച്ച് ജയിലിലടയ്ക്കുകയും പിന്നീട് AD 54 തൂക്കിക്കൊല്ലുകയും ചെയ്തു. അടുത്തത് ബർത്തലോമായി ഇന്ത്യയിൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു. അക്ഷമരായ വിഗ്രഹാരാധികൾ ബർത്തലോമായെ ഉപദ്രവിച്ച ശേഷം ക്രൂശിച്ചു എന്ന് ഒരിടത്ത് കാണുമ്പോൾ ജീവനോടെ തൊലിയുരിച്ച ശേഷം തല വെട്ടിക്കളഞ്ഞു എന്ന് മറ്റൊരിടത്തും കാണുന്നു. അടുത്തതായി തോമസ് ഗ്രീസിലും ഇന്ത്യയിലും സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു. കേരളത്തിലും പഞ്ചാബിലുമായി 2 തോമാഗ്ലീഹ പാരമ്പര്യങ്ങൾ നിലവിലുണ്ട്. സുവിശേഷ പ്രസംഗങ്ങൾ നിമിത്തം പ്രാദേശിക നേതൃത്വത്തെ പ്രകോപിപ്പിച്ച തോമസിനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു എന്നതാണ് പാരമ്പര്യം. അടുത്തതായി മത്തായി. ക്രിസ്തു ശിഷ്യനായി മാറിയ ചുങ്കക്കാരൻ മത്തായി എത്യോപ്യയിൽ സുവിശേഷം അറിയിക്കവേ രാജാവിൻ്റെ അധാർമിക ജീവിതത്തെ ചോദ്യം ചെയ്യുക നിമിത്തം അവിടുത്തെ രാജാവിൻ്റെ വാൾക്കാരൻ പുറകിൽ നിന്ന് കുത്തിക്കൊന്നു എന്നതാണ് ഐതിഹ്യം. അടുത്തതായി അൽഫായുടെ മകനായ യാക്കോബ്. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് യാക്കോബായിരിക്കും.
ഒരു പക്ഷേ യോഹന്നാൻ മാത്രമേ അദ്ദേഹത്തെക്കാൾ കൂടുതൽ കാലം ജീവിച്ചിട്ടുണ്ടായിരിക്കൂ. 94-ാം വയസ്സിൽ അദ്ദേഹത്തെ അടിച്ചും കല്ലുകൊണ്ടെറിഞ്ഞും പീഡിപ്പിച്ചതിനു ശേഷം മരത്തിൻ്റെ ശിഖരം കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നെന്ന് ചരിത്രകാരനായ ഫോക്സ് രേഖപ്പെടുത്തുന്നു. അടുത്തതായി തദ്ദായി, യൂദ എന്നും ഇയാൾ അറിയപ്പെടുന്നു. AD 72-ൽ എഡേസ എന്ന പട്ടണത്തിൽ ക്രൂശിക്കപ്പെട്ടു. അടുത്തതായി എരിവുകാരനായ ശീമോൻ. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരമായ മൗറിറ്റാനിയ എന്ന പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം ഇംഗ്ലണ്ടിലേക്ക് പോയ ശീമോൻ AD 74-ൽ അവിടെ വച്ച് ക്രൂശിക്കപ്പെട്ടു. അടുത്തതായി പൗലോസ്. നീറയുടെ, അതായത് 94-68 ഭരണകാലത്ത് AD 67 ജൂൺ 29-ന് റോമിൽ വച്ച് പൗലോസിനെ ശിരച്ഛേദം ചെയ്തതായിട്ടാണ് പാരമ്പര്യം. താൻ റോമാ പൗരനായതുകൊണ്ട് ക്രൂശീകരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു. കർത്താവിനെ തൻ്റെ സർവ്വമഹത്വത്തിലും ദർശിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് യോഹന്നാനായിരുന്നു. ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത്? യോഹന്നാനിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം എന്ന യേശുവിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു പത്മോസിലെ ദർശനവും വെളിപ്പാട് പുസ്തകവും. യോഹന്നാൻ ഒഴികെ കർത്താവിൻ്റെ എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷിത്വമാണ് വരിച്ചതെന്നുള്ളത് സുവിശേഷ വേലയുടെ മാഹാത്മ്യം വിളിച്ചറിയിക്കുന്നു. രക്ഷിക്കപ്പെട്ടിട്ടും രക്ഷയുടെ സന്തോഷം അഥവാ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കാത്തവർ എന്തിനാണ് അപ്പോസ്തലന്മാർ തങ്ങളുടെ ജീവൻ കളഞ്ഞതെന്ന് ഇടയ്ക്കെങ്കിലും ഓർക്കുന്നത് നല്ലതാണ്. മഹത്വധാരിയായ മഹാദൈവം ജഡത്തിൽ വന്നതും കഷ്ടമേറ്റ് ക്രൂശിൽ മരിച്ചതും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. ക്രിസ്തു ശിഷ്യന്മാർ ജീവിച്ചതും മരിച്ചതും ആ രക്ഷയുടെ സുവിശേഷം ലോകം മുഴുവൻ പ്രസിദ്ധമാക്കുവാൻ വേണ്ടിയും. ദൈവമക്കളായ നമ്മൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് നാം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിനാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.